നമസ്കാരം. വരാഹിയമ്മയെ ആരാധിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഏവരും വരാഹിയമ്മയെ ആരാധിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ വരാഹിയമ്മയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന പ്രാർത്ഥനകൾ ഉണ്ടാകാം. വരാഹി ദേവിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ളവരാണ് ഏവരും. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന അമ്മ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ ചിത്രങ്ങളിൽ, അതായത് 2 വരാഹി ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണം എന്ന് വരാഹിയമ്മയോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് അമ്മയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് വജ്രഘോഷം എന്നോ അല്ലെങ്കിൽ വരാഹിയമ്മയുടെ അറിയാവുന്ന മറ്റ് നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വരാഹി ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരാഹിയമ്മയുടെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പറയാം. വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചിലത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. വരാഹി കടാക്ഷത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. ശക്തി കുറയുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. പല അവസരങ്ങളിലും അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ വരാഹി ദേവിയെ ആരാധിച്ച് നിത്യവും മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ പലവിധ ദോഷകരമായ കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ചില സാഹചര്യങ്ങളിൽ ശക്തി കുറയുന്നത് പോലെ അനുഭവപ്പെടും എങ്കിലും വരാഹിയമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യം ഓർക്കുക. അത് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വഴിത്തിരിവായ ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുൻപും വന്നിരുന്നു എങ്കിലും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങളാൽ, വഴിത്തിരിവുകളാൽ ജീവിതത്തിൽ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും അമ്മയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കാം. ഏത് കാര്യത്തിലും വരാഹിയമ്മയുടെ ഒരു കടാക്ഷം, സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളെ പലപ്പോഴായി പല വ്യക്തികളും ഉപദ്രവിച്ചിട്ടുള്ളവരാകുന്നു. അവരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ഇത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അവരുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ അവർക്ക് ലഭിക്കുവാനും നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. തീർച്ചയായും വരാഹിയമ്മ അവർക്ക് അർഹമായ ശിക്ഷ നൽകും എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതുമാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ പല അവസരങ്ങളിലും ചെയ്യുന്നവരാകുന്നു. മറ്റുള്ളവർക്ക് വന്നു ചേരുന്ന പല സൗഭാഗ്യങ്ങളിലും നിങ്ങൾ സന്തോഷിക്കുന്നവരുമാകുന്നു. അത് വരാഹിയമ്മയുടെ കടാക്ഷം ഇരട്ടിക്കുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ പല അവസരങ്ങളിലുമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും വ്യക്തമായ ദിശാബോധം നിങ്ങൾക്ക് വന്നു ചേരുകയും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും.
തീർച്ചയായും വരാഹിയമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും മുൻവിധിയോടെ പെരുമാറാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ രീതിയിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് അനുകൂലമാകും എന്ന രീതിയിൽ അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. പുതിയതായ അവസരങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സഹായകരമായ അവസരങ്ങൾ തന്നെ വന്നു ചേരും. അവ നിങ്ങൾ സ്വീകരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അവയ്ക്ക് നേരെ മുഖം തിരിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾക്ക് വലിയ വില നൽകരുത് എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ അനുകൂലമായി ബാധിക്കും, അനുകൂലമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നാൽ എപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കരുത്. ചില അവസരങ്ങളിൽ ജീവിതത്തിൽ മോശമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ പതറുവാൻ പാടുള്ളതല്ല. അമ്മയെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോംവഴി വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി തന്നെ മാറും. ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ, അതായത് എപ്രകാരം രോഗങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും അഥവാ ചികിത്സയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പോലും അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഈ സമയം വരാഹിയമ്മ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ നിത്യവും നിങ്ങൾ അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. വരാഹിയമ്മയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യമാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. വരാഹിയമ്മയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. എന്നിരുന്നാലും ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ നിത്യവും അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. വാശിയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. അതിനാൽ പൂർണ്ണമായും വാശി ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. തന്മൂലം ലാഭം, കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർച്ച, നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടുള്ളതല്ല. പല ദോഷകരമായ കാര്യങ്ങളും പ്രതികൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിലുള്ള അവസരത്തിൽ നിങ്ങൾ പലപ്പോഴും ധൈര്യം കൈവിട്ട് പോകുന്നവരാകുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. വാക് തർക്കങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അതായത് വാഗ്വാദത്തിൽ നിങ്ങൾ വിജയിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരാഹി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങളെ പലർക്കും പ്രതിരോധിക്കുക അസാധ്യം തന്നെയാകുന്നു. ശത്രുക്കൾക്ക് പോലും നിങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. അത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. 25 വയസ്സിന് ശേഷമുള്ളവർ തീർച്ചയായും അല്പം കൂടി ഉയർച്ച നേടും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം കലഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്ന കാര്യവും പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ അവിടെ നിന്നും നിങ്ങൾ ഒഴിവായി പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപെടാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വലിയ ദോഷം നൽകും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഒരു വ്യക്തി വിരോധിയായി മാറുവാനുള്ള സാധ്യതകൾ
കൂടുതൽ തന്നെയാകുന്നു. വരാഹി കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. പല വ്യക്തികളെയും, പ്രത്യേകിച്ചും ഒളിച്ചിരിക്കുന്നതായ ശത്രുക്കളെ, മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനോ അവരെ മനസ്സിലാക്കുവാനോ വരാഹി കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ വിശ്വസിക്കുന്നതായ ചില വ്യക്തികൾ നിങ്ങൾക്ക് ദോഷം നൽകുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കഷ്ടതകളും ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ധൈര്യം കൈവിടാൻ പാടുള്ളതല്ല. അമ്മയിലുള്ള വിശ്വാസം നശിക്കുവാൻ പാടുള്ളതല്ല. കാരണം ജീവിതത്തിൽ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ബലവും നിങ്ങൾക്ക് അമ്മ നൽകുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ വന്നു ചേരേണ്ടതായ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്പനാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരാഹി കടാക്ഷത്താൽ വന്നു തുടങ്ങും എന്ന കാര്യം ഓർക്കുക. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം സമ്പൽ സമൃദ്ധി തന്നെയാണ്. സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും പ്രതികൂലമായി എന്ന് വരാം. എന്നാൽ അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പരീക്ഷണഘട്ടം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. വന്നു ചേരുന്ന സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം പല കാര്യങ്ങളിലും വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ വഴികൾ അമ്മയായി തന്നെ നിങ്ങൾക്ക് തുറന്നു നൽകും എന്ന കാര്യവും ഓർക്കുക. ചിലരെ നിങ്ങൾ അകറ്റി നിർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല രീതിയിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ഇതെന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ മാറുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനും അത് ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകൾ പലതും ഫലിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വരാഹി കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിത്യവും അമ്മയെ ഭജിക്കുവാൻ മറക്കാതിരിക്കുക.